ഇപ്പൊ ഈ ഒരു വീഡിയോ കണ്ടതെന്നു വെച്ചാല് റിപ്പോർട്ടർ ചാനല് രഞ്ജിത്ത് താമസിച്ച റിസോർട്ടിന്റെ മുന്നിൽ ചെന്ന് നിൽക്കുന്നു. അവിടെ നിന്ന് ആ റിസോർട്ടിന് ഓണറാണോ ആരാന്ന് അറിയത്തില്ല. അയാൾ ഇറങ്ങി വരുമ്പോൾ അയാൾ പറയുന്നുണ്ട് എന്റെ വീഡിയോ എടുക്കരുതെന്ന്. അതുടനെ അവര് ഷൂട്ട് ചെയ്യുവാണ്. അതായത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അയാളുടെ പ്രൈവസി അയാൾക്ക് മാനിക്കണം. അത് ഇയാൾ എന്ത് തെറ്റ് ചെയ്തിട്ട് അയാളുടെ വീഡിയോ എടുത്തത്? അവിടെ ആരെങ്കിലും താമസിച്ചു കഴിഞ്ഞുകൊണ്ട് അങ്ങനെ വീഡിയോ എടുക്കുക, പബ്ലിഷ് ചെയ്യുക, അത് ഭയങ്കരമായിട്ട് പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ അയാൾ തല്ലി പൊട്ടിക്കുമെന്ന് പറയുന്നതിന് വരെ തല്ലി പൊട്ടിച്ച് ഇവരെ കെട്ടിയിട്ടിട്ട് പിന്നെ പോലീസ് വന്നിട്ടേ വിടാവുമെന്ന്. ഇനി മേലെ ഇത് ആവർത്തിക്കായിരിക്കും. അങ്ങനെയൊക്കെ ചെയ്താലാണ് ഇനി നടക്കത്തുള്ളൂ. എന്തോ ഈ ഉദ്ദേശിക്കുന്നത്? ഇവരൊക്കെ ആരാന്ന് വെച്ചാ ഓവറാക്കുന്ന എന്തോ ഇത് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെയുള്ള അഭ്യാസമാണെങ്കിൽ ഇത് ശരിയാകത്തില്ല കേട്ടോ. ഇത് നിങ്ങൾ നോക്കിയോ, നിങ്ങൾ നിങ്ങളുടെ കുഴി തോണ്ടുന്നുണ്ട്. പല പ്രാവശ്യമായി ഇത് വിചാരിക്കുന്നിടത്ത് നിൽക്കത്തില്ല. അടുത്ത പ്രാവശ്യം റിപ്പോർട്ടർക്ക് അടി കിട്ടും. റിപ്പോർട്ടർ എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടർ ചാനലിനല്ല, ഇതേപോലത്തെ പരിപാടി ചെയ്യുന്നവർക്ക് തല്ല് കിട്ടാനുള്ള സാധ്യത ഇവരുണ്ടാക്കിയെടുക്കുന്നത്. കാരണം ഇനി എന്ത് ചെയ്യുമോ ഇവരെ ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ ഇവര് പബ്ലിഷ് ചെയ്യുക, നഷ്ടമായി പോയില്ലേ? അവരുടെ വീട്ടിൽ കയറി ചെന്ന് അതിക്രമിച്ചെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ അടി കിട്ടി എന്തോ ചെയ്യും? ഇവനോട് ആര് പറഞ്ഞു അങ്ങോട്ട് ചെല്ലാൻ? ചെന്നാൽ തന്നെ വീഡിയോ എടുക്കരുത്. അയാൾ പബ്ലിക് ഫിഗർ ഒന്നും അല്ല. അയാളുടെ അനുവാദം ഇല്ലാതെ അയാളുടെ ഫോട്ടോ വീഡിയോ ഒന്നും എടുക്കാനും പാടില്ല, ഈ പറഞ്ഞ പോലെ പ്രചരിപ്പിക്കാനും പാടില്ല. ഇനിയിപ്പോൾ അയാൾ ഡിഫമേഷൻ കൊടുക്കണം, മറ്റേത് കൊടുക്കണം. എന്തൊരു പാടാ! അവിടുത്തെ ആൾക്കാരെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരുന്നു. ഓക്കെ, വളരെ സമാധാനപരമായിട്ടിരുന്ന് സംസാരിക്കുന്നു, ആൾ കൂടുന്നു, അടിച്ച് പൊട്ടിക്കുന്നു, നല്ല അടി കൊടുത്ത് പറഞ്ഞു വിടുന്നു. ഇതാണ് ശരിക്കും വേണ്ടതെന്ന് തോന്നുന്നു. അല്ല, അതൊക്കെയാണ് ചെയ്യേണ്ടത്. ഇനി ആൾക്കാർ ഇത് പ്ലാൻ ചെയ്ത് നിൽക്കും കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നിടത്ത് ഈ പരിപാടി നടക്കത്തില്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ തിരിച്ചടി കിട്ടും, നല്ല അടി കിട്ടും. ഒരു സംശയം വേണ്ട. നിങ്ങൾ ഒന്നാമത് പറയുന്ന വാർത്തയൊക്കെ വളച്ചൊടിച്ച് ഒരു പ്രത്യേക അജണ്ടയോടുകൂടിയൊക്കെയാണ് ഇടപെടുന്നത്. അപ്പോൾ ഇനി മുതൽ ഇവരെ പേടിച്ചിട്ടൊന്നും ആരും നിൽക്കുമെന്ന് വിചാരിക്കരുത് കേട്ടോ. അങ്ങനെ ആർക്കും അത്ര പേടിയൊന്നുമില്ല. ഇനി ഇത്രയും പരിപാടി അവതരിപ്പിച്ചാൽ ചിലപ്പോൾ അവതരിപ്പിക്കുന്നവനും കിട്ടും, ക്യാമറ കൊണ്ട് പോകുന്നവനും കിട്ടും. ഈ പരിപാടി തീരുന്നതിന് മുമ്പ് ചിലപ്പോൾ അടി കിട്ടും. നോക്കൂ, ഇതാണ് പരിപാടിയെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കുക. എന്തൊരു തോന്നിവാസമാണ്. ആ തിലകന്റെ മോളെയൊക്കെ മാധ്യമ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുക. ഇവര് എന്തോ കുറ്റവാളികളോട് ചോദ്യം ചെയ്യുന്ന പോലെ ചോദ്യം ചെയ്യുക. എന്നാൽ ഇവന്മാർ നേരെ തിരിച്ചിന്ന് സിദ്ദിഖിന്റെ വാർത്ത വന്നു. അപ്പോൾ എന്നെ ഫോൺ ചെയ്ത് ചോദിച്ചത് വളരെ ധീരമായ ഒരു തീരുമാനം എടുത്തെന്ന്. ഇതാണോ ധീരമായ തീരുമാനം? മരണമരമെന്നുള്ള കോളാ. അത് വേണേൽ ഞാൻ കേൾപ്പിച്ചു തരാം. നിങ്ങൾ കണ്ടാന്നോ വാർത്ത? എന്ത് ചെയ്യത് ഇപ്പൊ വരും കേട്ടോണേ. ഇവന്മാർ പറഞ്ഞതേ സിദ്ദിഖിനെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞതാ. നാണോ ഉളുപ്പില്ലാത്തവന്മാര്. എന്ത് ഇത് വരുന്നില്ല ഹൈജിയൊക്കെയാന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇവിടുത്തെ ഒരു ഹൈജി ഇപ്പോൾ നടൻ സിദ്ദിഖ് ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ സിദ്ദിഖ്, താങ്കൾ വളരെ ധീരമായ ഒരു തീരുമാനം രാവിലെ എടുത്തിരിക്കുന്നു. ഒരുപക്ഷെ ഈ മണിക്കൂറിൽ അത് തീർത്തും അപ്രതീക്ഷിതമാണ്. എന്തുകൊണ്ടാണ് അങ്ങ് തീരുമാനിക്കുന്നത്? വളരെ ധീരമായ, പ്രതീക്ഷിച്ചില്ല. ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ മേലാഞ്ഞോടാ നിനക്ക്. വളരെ ധീരമായ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു തീരുമാനം. ഇവനെ അറസ്റ്റ് ചെയ്യാത്ത എന്താന്ന് നോക്കിയിരിക്കും. അപ്പോഴാ ഡിഷൈൻ ചെയ്തെന്ന് അവനങ്ങോട്ട്. അതായത് വലിയ മഹത്തായ കാര്യം പോലെ തോന്നുന്നുണ്ടോ നിനക്കൊക്കെ? എന്നിട്ട് ഈ സാധാരണക്കാരൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ ഇങ്ങനെ അല്ലല്ലോ നിന്റെ ഒരു സ്വഭാവം. എന്തൊരു നാണം കെട്ടവന്മാരാണ് നിങ്ങളൊക്കെ. എന്നിട്ട് അവന്റെ പ്രൈവസിയിൽ ഇടിച്ച് കയറി ചെന്ന് അയാൾ ഇതുവരെ മീഡിയയിൽ പോയിട്ട് പുറത്തു പോലും അറിയാത്ത ഒരുത്തിനെ പിടിച്ച് അവന് അടിച്ചു പൊട്ടിക്കുമെന്ന് പറഞ്ഞെന്ന്. ഇവൻ അടിച്ചു പൊട്ടിക്കുക ചെയ്യേണ്ടത്. ഇങ്ങനത്തെ പണി കാണിച്ചാൽ അടിച്ച് പൊട്ടിക്കുക തന്നെ വേണം. നിങ്ങൾ ആരും ഇത് വിടരുത്. ഇനി ഇവര് കള്ളത്തരങ്ങളാ കൂടുതൽ പറയുന്നത്. കണ്ടില്ല ആരെയാ സപ്പോർട്ട് ചെയ്ത് ഇത്രയും ദിവസം ഇവർ ആരെയാ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഈ ഇരകൾക്കൊക്കെ പുല്ല് വില കൊടുക്കുന്ന രീതിയിൽ ഈ വേട്ടക്കാരനെ തന്നെ നടുക്കിരുത്തിക്കൊണ്ട് അവരെയൊക്കെ വെള്ളം പൂശാൻ വേണ്ടി ഇറങ്ങി തിരിച്ച് നാറികള്. നാണമുണ്ടോ നിനക്കൊക്കെ? നീയൊക്കെ എന്ത് തൊഴിലാ ചെയ്യുന്നത്? ഇതാണോ തൊഴിൽ? ഇതൊരു തൊഴിലാണെങ്കിൽ ഇത് ശരിയായ തൊഴിൽ. ഇതിലും ഭേദം കട്ടപ്പാറ എടുത്ത് കക്കാൻ പോകുന്നതാ ചേട്ടാ എന്ന ആൾക്കാർ പറയുന്നതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. പിന്നെ പോട്ടെ, എന്റെ കേസിലെ ഇവന്മാരെ ഒളിവിൽ പോയെന്ന് കള്ളവാർത്ത അടിച്ചു വിട്ടു, അറസ്റ്റ് ചെയ്തെന്ന് കള്ളവാർത്ത അടിച്ചു വിട്ടു. പോരാത്തന്നെ ഞാനത് തിരുത്തി പറയുമ്പോൾ പോലും ഇവന്റെയൊക്കെ ബ്യൂറോയിൽ നിന്നുകൊണ്ട് അത് പ്രസന്റ് ചെയ്യുന്ന ആള് പറയുക, അവതാരകൻ പറയുക, വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്ത ചെറുത്താൻ ഇവിടെ ഉണ്ടെന്ന്. നവരാധകൻ, അമേധ്യമ പ്രവർത്തകർ തിരിച്ചു അവന്മാരായി കിടന്ന് കളിക്കുന്നേ. ഇമാര് തോന്നിവാസങ്ങൾ കുറെ ആയി. ഇത് നിങ്ങൾ ഈ പ്രേക്ഷകരെ പറ്റിക്കുന്ന പരിപാടി മാത്രമേ ഇവർ അവതരിപ്പിച്ചിട്ടുള്ളൂ കേട്ടോ. ആരും സത്യമായ കാര്യങ്ങൾ അറിയുന്നുണ്ടെന്നൊന്നും വിചാരിക്കരുത് ഈ വാർത്താ ചാനലിൽ നിന്നൊന്നും. പോട്ടെ, അന്ന് ഇവര് തന്നെ ഒന്ന് ഓർത്ത് വയ്ക്കേ. ആ ലോറി പോയ സമയത്ത് ബെൻസിന്റെ പരസ്യം ചെയ്തു. ഒരു മനുഷ്യൻ മരിച്ചിട്ട് അയാളെ തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പുറത്ത് നടക്കുന്ന ബെൻസിന്റെ പരസ്യം. ഇത്രയും പരിപാടി അവതരിപ്പിക്കുന്ന നിങ്ങളൊക്കെ എന്തൊരു മര്യാദ ഉണ്ടോ? എന്തൊരു മനുഷ്യരാണോ നിങ്ങളൊക്കെ? ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. നിന്റെ വീട്ടിൽ നിന്റെ നോക്കിക്കോടാ, നിന്റെയൊക്കെ ഏതെങ്കിലും പെങ്ങളെ മകളെ ആരെങ്കിലും ഒരു ദിവസം പീഡിപ്പിക്കുന്ന അന്ന് നിന്റെ മുന്നേ വരും ഇങ്ങനെ മൈക്കുമായിട്ട്. നിനക്ക് ഉറപ്പാ, അത് എഴുതി വെച്ചു. നീയൊക്കെ ഒരു ദിവസം ഇതിനകത്ത് ഏതെങ്കിലും ഒരുത്തിനത് കിട്ടും. അന്ന് അവൻ മാത്രമേ മനസ്സിലാക്കത്തുള്ളൂ, അല്ലാത്തവന്മാർ ഇത് മനസ്സിലാക്കത്തൊന്നുമില്ല.
അപ്പോഴും മറ്റവന്മാർ വന്നിട്ട് അതിനകത്തൊന്ന് കുത്തിയിട്ട് എന്തെങ്കിലും കാശുണ്ടാക്കി ബിരിയാണി തിന്നാൻ നോക്കും. ഇങ്ങോട്ടല്ല അങ്ങോട്ടാ, ഏതാ സ്കൂട്ടർ അവിടെ ഇരിപ്പുണ്ട് ഇവന്റെ, മനസ്സിലായോ? ബിരിയാണി തിന്നാൻ, അല്ലാതെ എന്തോടാ നീയൊക്കെ തിന്നുന്നത്? എന്തോ നീ ഒരാഹാരം കഴിക്കാനും കിടക്കാൻ സ്ഥലമൊക്കെ അല്ലേ എല്ലാവരും അന്വേഷിച്ച് ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കൂടുതൽ എന്തോ ഉണ്ടാക്കാൻ വേണ്ടി എന്ത് നശിച്ച പണി ചെയ്തിട്ടും ഏതവനെ പീഡിപ്പിച്ചിട്ടാണേലും ആരുടെ തല പോയാലും എന്താ എനിക്ക് തിന്നണമെന്ന് പറഞ്ഞ് ഇറങ്ങി നടക്കുന്ന ആ ഒരു കൾച്ചർ വളരെ മോശമാണ്. അതിവിടെ മാധ്യമപ്രവർത്തകർക്ക് മാത്രമല്ല മറ്റെല്ലാ ഫീൽഡിലും ഇതൊക്കെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മലയാളിയുടെ പൊതു സ്വഭാവമൊക്കെ തന്നെയാണ്. പക്ഷെ ഇതൊക്കെ ഒന്ന് മാറ്റണ്ടേ? നിങ്ങളൊക്കെ ഒന്നുമില്ലെങ്കിൽ ഈ മീഡിയക്കാർ മാതൃകയാവേണ്ട ആൾക്കാരാണ്. അവരെയാണ് ഈ ഏറ്റവും കൂടുതൽ കറപ്ഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കള്ളക്കഥകൾ ഉണ്ടാക്കുക, കാശ് മേടിച്ചിട്ട് ആടിനെ പട്ടിയാക്കുക, പട്ടി ആടാക്കുക, നക്കാപ്പിച്ച കിട്ടിയിട്ട് ചെയ്യുന്ന പണികളാണോ ഇതൊക്കെ? എന്തൊരു ഗതികെട്ടവന്മാരാ നിങ്ങൾ. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഈ കേസ് വെച്ച് ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരാം ഇത് എങ്ങനെ ഈ പ്രൊപ്പഗണ്ട വർക്ക് ചെയ്യുന്നതാണ് ഇവരുടെ. ഇതൊക്കെ നമുക്ക് മനസ്സിലാകാത്ത ഒരുപാട് പേര് ഇവിടെ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കും. ഇതൊന്നും ഞാൻ കാണാറില്ലല്ലോ തന്നെ വാർത്തയൊന്നും ഇമാരുടെ ഒന്നും അങ്ങനെ അധികം കേൾക്കാറൊന്നുമില്ല. കാര്യം മനസ്സിലാവും ഇവരെന്താ ഉദ്ദേശിച്ചതെന്ന്. അല്ലാതെ ഇവൻ കഥ പറയുന്നത് കേൾക്കരുത്. നിങ്ങൾ ലൈവിൽ എന്താണോ കണ്ടത് അത് മനസ്സിലാക്കാൻ പറ്റിയാൽ മനസ്സിലാക്കുക. അല്ലാതെ ഇവരുടെ അവതാരകർ പല കഥകൾ പറയും. ഓരോരുത്തരുടെ രാഷ്ട്രീയമുണ്ട് ഇവർക്ക്. അവരതിനനുസരിച്ച് മാറ്റി മറിച്ചും പറയും. ഒരു സമയത്ത് പെട്ടെന്ന് സുരേഷ് ഗോപി നല്ലവനാവും, ഒരു സമയത്ത് പെട്ടെന്ന് സുരേഷ് ഗോപി മോശക്കാരനാവും. ഇന്നലെ വരെ സിദ്ദിഖൊക്കെ ഇക്കാന്ന് വിളിച്ചുകൊണ്ട് നടക്കുന്നവർ ഇന്ന് കണ്ടേ മാറ്റി പറയും. പക്ഷെ ഇവരിപ്പോഴും മാറ്റി പറഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ നക്കാപ്പിച്ച കിട്ടാനുണ്ടെന്ന് തോന്നുന്നു. എന്തോ ഇനിയും കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അത് അവിടെ നിന്ന് നക്കാൻ പോയി നിൽക്കുക. മനസ്സിലായില്ലേ? സിദ്ദിഖ് കൊടുക്കുന്ന എച്ചില് നക്കാൻ വേണ്ടിയിട്ട് ഇല നക്കിപ്പട്ടിയുടെ കിറി നക്കിപ്പട്ടി എന്നൊക്കെ പറയുന്ന പോലത്തവന്മാര്, ഉളുപ്പില്ലാത്തവന്മാര് പിന്നെ അതിനകത്ത് കിടന്നിരിക്കുക. ഇതിന്റെ കാരണങ്ങൾ, ഇതിന് ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ നിയമപാലകരെ നിയമവ്യവസ്ഥിതി ശരിയല്ലെന്ന് വേണം പറയാൻ. കാരണം ഇത് വിലക്കേണ്ട കാര്യമാണ്. ഈ കുറ്റക്കാരനാണെന്ന് അറിഞ്ഞിട്ടും പിന്നെ ഇവനെ വീഡിയോയ്ക്കകത്ത് കൊണ്ടുവന്ന് പറയിക്കാൻ എന്ത് ധൈര്യം ഇവർക്കുള്ളത്? ഒരു റേപ്പ് ഒരു അലിഗേഷനാണ് ഉണ്ടായിരിക്കുന്നത്. അയാളെ പിന്നെയും വിളിച്ചിട്ട് ധീരനും വിശ്വസിക്കാൻ പറ്റാത്ത അത്ഭുതം ഉണ്ടാക്കുന്ന എന്തോ സംഭവമാണെന്ന് പറഞ്ഞു. നീയൊക്കെ കൂടെ വിളിച്ച മലയാള മനോരമയുടെ ഒരു മെഡൽ കൊടുക്കുക. അത് തന്നെ ഒരു അവാർഡിനായിട്ട് വിളിച്ചിട്ട് ഏറ്റവും നല്ല എന്താ റെസിഗ്നേഷൻ ഈ വർഷത്തെ എന്ന് പറഞ്ഞൊരു അവാർഡും കൊടുക്കുക. നാണം ഉണ്ടോ നിനക്കൊക്കെ? ധീരൻ, അത് തന്നെ ഈ വർഷത്തെ ഏറ്റവും ധീരനായ മനുഷ്യനെ അവൻ കണ്ടുപിടിച്ച വളരെ ധീരമായ ഒരു പ്രവൃത്തിയായി പോയെന്ന്. അതിലും ധീരമായ പ്രവൃത്തി ചെയ്തതന്നെ അവനിപ്പോ അവിടെ ഇരിക്കുന്നത്. അപ്പോഴാ എന്നിട്ട് ഇവന്മാർ ഇറങ്ങിയേക്കോ അവന്റെ അടുത്തോട്ട് തള്ളിക്കയറിയപ്പോ എന്തൊരു ഉശിരാന്നു. അവനവിടുത്തെ അവന്റെ പ്രൈവസി നിങ്ങൾ മാനിച്ചിട്ടേ ഇല്ല. അത് തെറ്റാണ് ചെയ്തത്. അതൊന്നും മനസ്സിലാക്കാനും ബോധമില്ലേ നിനക്കൊന്നും? തള്ളിക്കയറിയേക്കോ അങ്ങ് അവിടെ ചെന്ന് അവനങ്ങ് ഉണ്ടാക്കി എന്തോ കണ്ടുപിടിച്ച് തന്നിട്ട് പോയിട്ട് നീ ആരാ? പിന്നെ നാട് നന്നാക്കാൻ ഇറങ്ങിയേക്കുന്നവന്മാരല്ലേ. എന്നിട്ട് അവൻ ഇപ്പുറത്ത് ചെയ്യുന്ന ഇതാ. അവിടെ ചെന്ന് വലിയ ഷോ കാണിക്കും. ഇവിടെ വരുമ്പോ പമ്മി നിൽക്കും. ഇക്ക എന്തോന്ന് ഇക്ക. അത്രേ ഉള്ളണ നീയൊക്കെ. അത് എല്ലാവർക്കും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഇത് മനസ്സിലാക്കാൻ അധികം സമയമൊന്നും വേണ്ട, എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. ഇനി അടുത്ത പ്രാവശ്യം നീ നോക്കിയോ, അടി കിട്ടും. നാട്ടുകാർ പിടിച്ചടിക്കും. ക്യാമറ എല്ലാം തല്ലി പൊട്ടിക്കും ആൾക്കാർ. വരുമ്പോഴേ ആവശ്യമില്ലാത്ത ചോദ്യം ചോദിച്ചാൽ അടിയായിരിക്കും ഇനി കിട്ടാൻ പോകുന്നത്. കാരണം ആൾക്കാർക്ക് മനസ്സിലായത് ഇവന്മാർ ഇതിൽ നാറികളാ. നീ വന്ന് ഇവിടെ ചെയ്തു വെച്ചേക്കുന്ന ഇവനേക്കാൾ നാറിയല്ലേ ഇവൻ. അതിനകത്തൊന്ന് നക്കാപ്പിച്ച മേടിക്കണമെന്നുണ്ടെങ്കിൽ നീ ഒന്ന് ഓൾറെഡി വെട്ട് നിൽക്കുന്ന ഒരുത്തിനെ ചെന്നിട്ട് വെളുപ്പിക്കാൻ നോക്കാന്ന് പറഞ്ഞാൽ ഇല നക്കിപ്പട്ടിയുടെ കിറി നക്കിപ്പട്ടി എന്നല്ലേ വിളിക്കണ്ടേ? ഉളുപ്പില്ലാത്തവന്മാര് വലിയ കാര്യമാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഇങ്ങനത്തെ പണിയുമായി വരണേ ഇതുവഴിയൊക്കെ കുറെ എണ്ണം നാണം കെട്ടവന്മാര്.